ഒരുപാടായില്ലേ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് നമുക്കിന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയാലോ? നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റുള്ള ഡെക്കാത്തലോൺ ഷോറൂമിലാണ്. വിൻ്റർ സീസണായാലും സ്പോർട്സ് ആവശ്യത്തിനായാലും ഡെക്കാത്തലോൺ എപ്പോഴും ബെസ്റ്റാട്ടോ. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏതിനും ശ്രീജുവിനും ഞങ്ങളൊരു ഭാഗത്താക്കിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിലോട്ട് പോയി. അവർ രണ്ടുപേരും അവിടെ നിന്ന് ബോൾ കളിച്ചോട്ടെ. പക്ഷേ ആ ബോൾ മിക്കവാറും ഞങ്ങൾ വരുമ്പോൾ ബില്ലിങ്ങിൽ കയറുന്നൊരു ബോളായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഞങ്ങൾ വാങ്ങാൻ വന്ന ഐറ്റംസും കാര്യങ്ങളും ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. നമുക്ക് വിൻ്റർ ജാക്കറ്റ്സും ക്ലോത്ത്സും കാര്യങ്ങളൊക്കെയാണ് വാങ്ങേണ്ടത്. അതിൻ്റെ സെക്ഷൻ ഓപ്പോസിറ്റാണ്, പക്ഷേ അവിടേക്ക് ഇവർ രണ്ടുപേരും വരുന്നില്ല. ഇത് ഒരു കുഞ്ഞ് പോകുന്നത് അവൻ്റെ ജാക്കറ്റും ഒക്കെ അതുപോലത്തെ ജാക്കറ്റും കാര്യങ്ങളും നമുക്ക് കാണാം. ഡെക്കാത്തലോൺ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ ബെനിഫിറ്റ്സാണ്. നമ്മൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് നമുക്ക് തന്നെ ബില്ലടിക്കാം, വേറൊരാളുടെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബില്ലും കാര്യങ്ങളും അവർ ഓൾറെഡി ഒരു ബില്ലടിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം. പിന്നെ അവിടെയുള്ള ജ്യൂസും കാര്യങ്ങളും ഞങ്ങൾ ഏതിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി. അതിൽ എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷേ ഒരു മാംഗോയുടെ മാത്രമേ വാങ്ങിയുള്ളൂ. അത് മറ്റേ 7up ഒരു ഫീൽ ആയതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങളെ ബില്ലിങ്ങിലോട്ട് പോയി. ഞങ്ങൾ എടുത്ത സാധനങ്ങൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കവിടെ സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ബട്ട് സെയിൽസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഓഫേഴ്സ് ഉള്ളത് കൊണ്ട് നല്ല ആ കളക്ഷൻസൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ തീർന്നു, ബട്ട് കളക്ഷൻസ് ഇല്ല എന്നല്ല, അത്യാവശ്യമുണ്ട്. എൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് കുട്ടികളുടെയും സെയിൽസും കാര്യങ്ങളൊക്കെ ലേശം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞല്ലോ, അത് എവിടേക്കാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. ഒപ്പം തന്നെ ഇപ്പോൾ ഡെക്കാത്തലോണിൽ പോകുന്നവർക്ക് മസ്റ്റായിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം ഓഫേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പർച്ചേസും കാര്യങ്ങളും വരാം. 999 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റംസും കാര്യങ്ങളും. ഇപ്പോൾ ബോൾസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മീൻസ് അയ്യോ വെറുതെ വന്നു അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഈ ബോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങളത് ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ. അതുപോലത്തെ ഒരെണ്ണം കൂടി ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കിൾ കൂടി ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിരുന്നു ആക്ച്വലി, ബട്ട് ഭാഗ്യത്തിന് ഞങ്ങൾ എസ്കേപ്പ് അടിച്ചതാണ് സൈക്കിളിൽ നിന്ന്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഡെക്കാത്തലോൺ ഇവിടെ തന്നെ സ്പോർട്സിൻ്റെ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ടൈം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നത്. കണ്ടോ അവിടെ ടെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. കോഴിക്കോട് ഡെക്കാത്തലോൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്പേസും കാര്യങ്ങളും ഒപ്പം തന്നെ. പക്ഷേ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് ഉച്ച ടൈമിലായത് ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു അവിടെ കേട്ടോ. കണ്ടോ ഇവിടുത്തെ നോക്ക് കുഞ്ഞ് ടെൻറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതുവരെയ്ക്ക് ഈ ടെൻറ്റിൽ താമസിച്ചിട്ടില്ല. ആ ടെൻറ്റിൽ ലൈഫ് എങ്ങനെയാണ് അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ.